എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ ചില സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അത് പ്രധാനമായും ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം. ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി പല സുവിശേഷകന്മാരെ കാണുവാനും അവരുടെ ജീവിത അനുഭവങ്ങൾ കേൾക്കുവാനും പലരുടെയും ജീവിതാനുഭവങ്ങൾ വീഡിയോയായി ചിത്രീകരിക്കുവാനും ഇടയായി തീർന്നു. പലരും അത്ഭുതപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അതോടൊപ്പം തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളും അതിലവർ നേരിടുന്ന വെല്ലുവിളികളൊക്കെ വളരെ വ്യക്തമായി തന്നെ കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ ഏതാണ്ട് 3 ആഴ്ചയോളം ചെലവിട്ടു. അവിടെ സുവിശേഷ വേല ചെയ്യുന്ന പാസ്റ്റർ മനോജ് മാത്യു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. പിന്നീട് കർണാടകത്തിലേക്ക് വന്നു. പിന്നീട് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ പല സുവിശേഷകരെ കണ്ടു. എന്നാൽ അതിൽ ഒരു സുവിശേഷകൻ്റെ അനുഭവം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അദ്ദേഹം വളരെ ദീർഘവർഷങ്ങളായി സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നല്ലൊരു ശതമാനം സുവിശേഷ പ്രവർത്തകരും വളരെ സാമ്പത്തികപരമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ഒരു 10% വരുന്ന ഈ മേലാളന്മാർ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ളവരാണ്. പണം ഒരുപാട് സമ്പാദിച്ചു. നല്ല വാഹനങ്ങൾ, വീടുകൾ, ജീവിത സൗകര്യങ്ങൾ, നല്ല ഭക്ഷണ രീതികൾ, മുന്തിയ ഹോട്ടലുകൾ, ഇങ്ങനെ നല്ല സുഖിമാന്മാരായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല വില കൂടിയ വസ്ത്രം, നല്ല വിലയേറിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു 10% വരുന്ന സുവിശേഷ പ്രവർത്തകരും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ 90% സുവിശേഷ പ്രവർത്തകരും വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരു സുവിശേഷകൻ തൻ്റെ ജീവിതാനുഭവം പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ന്യൂഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ സംഘടന, ആ സുവിശേഷ സംഘടന ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന നിരന്തരമായി അവരുടെ വാർത്താപത്രികയിലൂടെ സുവിശേഷകന്മാർക്ക് സൈക്കിൾ വേണം, സ്കൂട്ടർ വേണം, വണ്ടി വേണം, വാഹനം വേണം, സപ്പോർട്ട് വേണം എന്നിങ്ങനെ നിരന്തരമായി എഴുതി കോടിക്കണക്കിന് രൂപ മാസം സമ്പാദിക്കുന്ന ഒരു പ്രസ്ഥാനം. അത് അപ്പൻ്റെ കാലശേഷം മക്കളുടെ കയ്യിലേക്കും മക്കളുടെ കാലശേഷം കൊച്ചുമക്കളുടെ കയ്യിലേക്കും ഇത് കടന്നു വരുമ്പോൾ സുവിശേഷ വേലയേക്കാൾ പ്രാധാന്യമായി പണം സമ്പാദിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം നിൽക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. പല പ്രദേശങ്ങളിലും അവർക്ക് സൗജന്യമായി ലഭിച്ച സ്ഥലങ്ങളൊക്കെ വിറ്റ് അവരുടെ മക്കളുടെ പേരിലും കൊച്ചുമക്കളുടെ പേരിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ പലതുമുണ്ട്. ഇങ്ങനെ നല്ലൊരു ശതമാനം പ്രസ്ഥാനങ്ങളും പണക്കൊഴുപ്പിൽ ആറാടി ജീവിക്കുക. അപ്പോൾ ഒരു സുവിശേഷകൻ തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ സംഘടന, ന്യൂഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘടന, ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം 900 രൂപയാണ്. അതായത് 1000 രൂപ പോലുമില്ല, 900 രൂപ ശമ്പളം. ഈ 900 രൂപ ശമ്പളം ഉള്ള ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ഈ 900 രൂപ ഇദ്ദേഹത്തിൻ്റെ കൈ കിട്ടുമോ? ഇല്ല. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പൈസ വരുമ്പോൾ 299 രൂപയാണ്
ഒരു പാസ്റ്റർക്ക് ശമ്പളമായി വരുന്നത്, അത് സപ്പോർട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 900 രൂപ ശമ്പളം കിട്ടുന്ന ശമ്പളം, അതായത് ലിസ്റ്റിൽ 900 രൂപ ശമ്പളമുണ്ട്. അത് റവന്യൂ സ്റ്റാമ്പൊക്കെ വെച്ച് ഒപ്പിട്ട് മേടിക്കും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇവർ കൊടുക്കുന്ന ശമ്പളം 900 രൂപ. പക്ഷേ പല കൈമറിഞ്ഞ് ഇവരുടെ കയ്യിലെത്തുമ്പോൾ 299 രൂപ. അപ്പോൾ 900 രൂപയുടെ ദശാംശം ആദ്യം പിടിക്കും, പിന്നീട് അത് കേന്ദ്ര ഫണ്ട്, സെൻറ്ററിൻ്റെ ഫണ്ട്, ലോക്കലിൻ്റെ ഫണ്ട്, സെൻട്രൽ പാസ്സുടെ ചാർജ്, ഇങ്ങനെ പല ചാർജുകൾ അവർ ഈടാക്കി കഴിയുമ്പോൾ ഈ പാസ്റ്ററുടെ കയ്യിലെത്തുന്ന ഈ തുക വെറും 299 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാധാരണക്കാരായ പാസ്റ്റർമാരുടെ കയ്യിൽ എത്തുന്ന തുകയാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ചോര കുടിക്കുന്ന അട്ടകളെ പോലെ. നമ്മൾ ഈ പണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ബെഡിൻ്റെ താഴെ മൂട്ടയുണ്ട്. മൂട്ട ചോര കുടിച്ച് വീർത്തിരിക്കുകയാണ്. ഇങ്ങനെ ചോര കുടിച്ച് വീർത്തിരിക്കുന്ന കുറേ സഭാ നേതാക്കന്മാർ നമുക്കുണ്ട്. ഡൽഹിയിലും കേരളത്തിലുമായി നിറഞ്ഞു നിൽക്കുന്ന പല ആളുകളും ഈ ചോര കുടിച്ച വീർത്ത അട്ടയെ പോലെ ആ ജനങ്ങളുടെ പൈസ വാങ്ങിച്ച് ഊറ്റി കുടിച്ച് ഇവർ വലിയ സമ്പന്നന്മാരായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ സുവിശേഷൻ എന്നോട് ചോദിച്ചു, ഇവിടെ നിന്ന് ജമ്മു കാശ്മീരിൽ പോയി സുവിശേഷ വേല ചെയ്യുകയാണ്, 900 രൂപ ശമ്പളത്തിലാണ് ഇവിടുന്ന് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ലഭിക്കുന്ന തുക 299 രൂപയാണ്. 299 രൂപ സപ്പോർട്ട് ലഭിച്ച ഒരു സുവിശേഷകൻ ജമ്മു കാശ്മീരിൽ എങ്ങനെ ജീവിക്കും? അതായത് ഒരു ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാണ് ഈ പറയപ്പെട്ട പ്രസ്ഥാനത്തിലെ പല പാസ്റ്റർമാരും ജീവിക്കുന്നത്. അവരുടെ മക്കൾക്ക് ഒരു നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. നേതാക്കന്മാരുടെ മക്കളൊക്കെ അല്ലെങ്കിൽ അവർ ഇറച്ചിയും മീനും ഹോർലിക്സും ഒക്കെ മേടിച്ച് സുഖിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ പാവം പിടിച്ച സുവിശേഷകന്മാരുടെ മക്കൾക്ക് ഒരു നേരത്തെ നല്ലൊരു ആഹാരം കൊടുക്കാൻ പോലും വകയില്ലാത്ത ഒരു സാഹചര്യം. അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് വയറ് വിശന്ന് ബോധം കെട്ട് വീണ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഈ വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങളിങ്ങനെ കാശ് അയച്ചു കൊടുക്കുമ്പോൾ മാസം മാസം ഒരു സൈക്കിൾ സ്പോൺസർ ചെയ്യ്, ഒരു സ്കൂട്ടർ സ്പോൺസർ ചെയ്യ്, അല്ലെങ്കിൽ ഒരു സുവിശേഷകന് 3500 രൂപ, ഈ പറയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ മാസിക ഞാൻ കാണുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ് ഒരു സുവിശേഷകന് ഒരു മാസം 3500 രൂപ. ഈ 3500 രൂപ എന്ന് പറഞ്ഞ് മേടിക്കുന്ന ഇവർ 900 രൂപയാണ് കൊടുക്കുന്നത്. ആ 900 രൂപയിൽ ഈ സുവിശേഷകൻ്റെ കയ്യിലെത്തുന്നത് വെറും 299 രൂപ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നോർത്ത് ഇന്ത്യൻ സുവിശേഷീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇവർ പണം കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമുണ്ടാക്കി ഇവരുടെ മക്കൾക്കും കൊച്ചുമക്കളുടെയും പേരിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണക്കാരായ സുവിശേഷകന്മാരുടെ അടുത്ത് പോയി അവരുടെ ജീവിത രീതിയും അവരുടെ അവസ്ഥകളും സുവിശേഷ വേലയിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും, അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഭാരതത്തിൽ ഏത് സഭകൾ, ഏത് സംഘടനകൾ സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു,
എന്ത് സുവിശേഷ പ്രവർത്തനങ്ങളാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സുവിശേഷ പ്രവർത്തന മേഖലകളെല്ലാം ഒരു കച്ചവടവൽക്കരിച്ച് കച്ചവടമാക്കി മാറ്റി അതിൽ നിന്ന് ലാഭം കൊയ്യുന്ന നല്ല ഒരു ശതമാനം നേതാക്കന്മാരും സഭകളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതവരുടെ ജീവിത രീതിയും അവരുടെ വസ്ത്രധാരണവും അവരുടെ വാഹനങ്ങളും അവരുടെ സഞ്ചാരവും അവരുടെ ഭക്ഷണവും അവരുടെ വീടും അവരുടെ പരിസരവും അവരുടെ മക്കളുടെ വിവാഹവും മറ്റു പലതും നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മുടെ കേരളത്തിൽ ബെൻസ് കാറുള്ള പെന്തക്കോസ് പാസ്റ്റർമാരുണ്ട്. ഒരു കാലത്ത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ കഞ്ഞിക്ക് ഗതിയില്ലായിരുന്ന ഈ സുവിശേഷകന്മാർ 10 പ്രാവശ്യം അമേരിക്കയിൽ പോയി, 4 പ്രാവശ്യം ഗൾഫിൽ പോയി, പല സ്ഥലങ്ങളിലും പോയി കറങ്ങി ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് അത് അവരുടെ പോക്കറ്റിലേക്കാക്കി ബിനാമി പേരിൽ സ്ഥലം വാങ്ങിച്ച് അവർ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ ആരാണ് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്? പലപ്പോഴും നമ്മൾ പറയും സുവിശേഷ വിരോധികളായിട്ടുള്ള പലരും ഉണ്ട്, അവരാണ്. അല്ല, വാസ്തവത്തിൽ ലഭിക്കുന്ന പണം മുഴുവൻ സ്വന്തം മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വസ്തുവകൾക്ക് വേണ്ടിയും ആർഭാട ജീവിതത്തിന് വേണ്ടിയും ചിലവഴിക്കുന്ന സുവിശേഷകർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ ഓരോ അനുഭവങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ സമയമെടുക്കും. ഞാൻ ഓരോ മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കുമ്പോൾ എനിക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്ത, മക്കളെ സ്കൂളിൽ വിടാൻ കഴിയാത്ത, കുട്ടികൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത എത്രയോ സുവിശേഷകന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ നിരവധി സുവിശേഷകരുള്ളപ്പോഴാണ് 900 രൂപ ശമ്പളം കൊടുത്തിട്ട് 299 രൂപ മാത്രം കയ്യിലെത്തുന്ന ഒരു സംവിധാനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വാസ്തവത്തിൽ ഇന്ത്യയിൽ എങ്ങനെ സുവിശേഷ പ്രവർത്തനം നടക്കും? ഇതുപോലെ ചോര കുടിക്കുന്ന അട്ടകളുള്ള മൂട്ടകളെ പോലെ നിൽക്കുന്ന സുവിശേഷകന്മാർ, വലിയ വലിയ സഭാ നേതാക്കന്മാർ ഇന്ന് ഇന്ത്യയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു തടസ്സം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല.